നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കൈക്കും കാലിനും നല്ല വേദനയുണ്ട്. എല്ലിലൊക്കെ സൂര്യ വെച്ച് കുത്തുന്ന പോലെ വേദന എടുക്കുന്നുണ്ട്. തണുത്ത് മരവിച്ചു പോയതല്ലേ, അതിന്റെ ആവും. ഞാൻ തടവി തരാം, അപ്പൊ കുറച്ചൊരു ആശ്വാസം കിട്ടും. വേണ്ട മഹിയേട്ടാ. അതെന്താ വേണ്ടാത്തത്? മഹിയേട്ടൻ വെറുതെ ബുദ്ധിമുട്ടണ്ട. എനിക്കൊരു അസുഖമോ വയ്യായികയോ വന്നാ എന്നെ ശുശ്രൂഷിക്കുന്നത് എങ്ങനെയൊരു ബുദ്ധിമുട്ടാണോ? അയ്യോ, ഒരിക്കലും അല്ല. മഹിയേട്ടന് വേണ്ടി എന്ത് ചെയ്യാനും എനിക്ക് സന്തോഷമുള്ളൂ. അതുപോലെ തന്നെയല്ലേ എനിക്കും. എന്റെ ഗംഗയ്ക്ക് വയ്യാതെ വന്നാൽ ഞാനല്ലാതെ ആരാ ഗംഗയെ നോക്കുക? അങ്ങനെയല്ല മഹിയേട്ടാ. അത് ഇവിടെ ഡോക്ടേഴ്സും നഴ്സും ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് മഹിയേട്ടൻ വെറുതെ ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞേ ഉള്ളൂ. എന്റെ ഭാര്യയെ നോക്കേണ്ടത് എന്റെ കടമയല്ലേ? ഞാനത് ചെയ്തില്ലെങ്കിലാണ് എനിക്ക് ബുദ്ധിമുട്ടാവുന്നത്. താൻ ഇനി ഒന്നും പറയണ്ട, അടങ്ങി അവിടെ കിടന്നാ മതി. മതി മഹിയേട്ടാ, സാരമില്ല. വേദനയ്ക്ക് മരുന്ന് കഴിക്കുമ്പോ മാറിക്കോളും. തന്റെ കൈക്കിപ്പോ ആശ്വാസം തോന്നില്ലേ? സത്യം പറയണം, താൻ ശ്രീമഹേശ്വരന്റെ ഭക്തയല്ലേ? അപ്പൊ സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. ഞാൻ മഹിയേട്ടനോട് സത്യം മാത്രമേ പറയൂ. എങ്കിൽ പറ, കൈവേദന കുറഞ്ഞില്ലേ? കുറഞ്ഞു. കണ്ടോ, അതാണ്. അപ്പോ കാല് തടവിയ കാലിന്റെ വേദനയും കുറയും. അത് വേണ്ട മഹിയേട്ടാ. ഏയ്, അങ്ങനെ പറഞ്ഞാലൊന്നും പറ്റില്ല. എന്തു പറ്റില്ല എന്നാ പറയുന്നേ? ആ, ഗംഗയ്ക്ക് കാലിനും കൈക്കൊക്കെ വേദന ഉണ്ടെന്നാ പറയുന്നേ. ഞാനൊന്ന് തടവി കൊടുക്കാന്ന് പറഞ്ഞാ വേണ്ടാന്ന് പറഞ്ഞു കിടക്കുന്നത്. കൈ തടവി കൊടുത്തപ്പോ കുറച്ച് ആശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ കാല് തടവി കൊടുക്കാന്ന് പറഞ്ഞപ്പോ സമ്മതിക്കുന്നുമില്ല. അതെന്താ ഗംഗേച്ചി സമ്മതിക്കാത്തെ? ആ കോൾഡ് സ്റ്റോറേജിൽ വെച്ച് സെൽസ് എല്ലാം തണുത്തു മരവിച്ച് രക്തയോട്ടം കുറഞ്ഞിട്ടുണ്ടാവും. തടവിയ അത് മാറിക്കിട്ടും. അതുകൊണ്ട് തടവുന്നത് നല്ലതാ. അത് ഞാൻ മനസ്സിലായി. ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കാൻ ചേച്ചിക്ക് വയ്യാത്തോണ്ടാണല്ലേ? ഇത്രയും സ്നേഹത്തോടെ ശുശ്രൂഷിക്കാൻ ഭർത്താവ് അടുത്തുണ്ടാവുന്നതല്ലേ ഒരു ഭാര്യയുടെ ഏറ്റവും വലിയ ഭാഗ്യം. എന്നാ പിന്നെ മരുന്ന് കഴിക്കാം. ആ, എഴുന്നേക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.